ഓരോ പ്രതിസന്ധിയെയും അവസാനം വരെ ക്ഷമയോടെ കാത്തിരിക്കുകയും അതിനെ ജയിക്കുകയും ചെയ്യുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ഒത്തിരി സങ്കീർണമാകുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഓടിയെത്തും. ആരും സഹായിക്കാനില്ലാത്ത മണിക്കൂറുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു, യോഹന്നാൻ 14:1, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അതെ, പെട്ടെന്നുള്ള മരണങ്ങൾ, പെട്ടെന്നുള്ള രോഗങ്ങൾ, പെട്ടെന്നുള്ള വേർപാടുകൾ, പെട്ടെന്നുള്ള തകർച്ചകൾ, പെട്ടെന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുന്ന നിലകളിലേക്ക് നമ്മെ തള്ളിയിടാറുണ്ട്. ആരും സഹായിപ്പാനില്ലാത്ത സാഹചര്യങ്ങളും മണിക്കൂറുകളും പ്രതിസന്ധികളും നമ്മുടെ മുമ്പിൽ ഉരുത്തിരിഞ്ഞ് വന്നുവെന്നും വന്നേക്കാം. എന്നാൽ ദൈവവചനം പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അതെ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നാം ചെയ്യേണ്ടുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക. 2, നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കുക. 3, കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ വിശ്വസിക്കുക. ഇത് 3 പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വഴികൾ ദൈവം തന്നെ തുറക്കുന്നതായി കാണുവാൻ കഴിയും. ചില സമയത്ത് പ്രാർത്ഥനയുടെ മറുപടികൾ വൈകിപ്പോയി എന്ന് വന്നേക്കാം. ചില സമയങ്ങളിൽ ആരും സഹായിക്കാനില്ലാത്ത മണിക്കൂറുകളും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും വരാം. എന്നാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിത വിശുദ്ധിയും വിശ്വാസവും ശക്തിയും ദൈവകൃപയും മുറുകെ പിടിച്ച് നാം മുൻപോട്ട് പോയാൽ പ്രതികൂലങ്ങളെ ജയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും കടന്നു വന്ന ഒരു ദൈവഭക്തനായിരുന്നു യോബ്. എന്നാൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. അതെ, പ്രതികൂലങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴും നിയമം ചെയ്തതിൽ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കാത്തിരുന്നതിൽ, പ്രതീക്ഷയോടെ തീരുമാനമെടുത്തതിൽ അത് താൻ ചെയ്യുവാൻ തയ്യാറായി. അതുകൊണ്ടാണ് താൻ പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണുമായി നിയമം ചെയ്തിരിക്കുന്നു. അതെ, നാം ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്ന പ്രതിഷ്ഠ, നാം ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു എന്ന് കരുതി, ബുദ്ധിമുട്ടുകൾ വന്നു എന്ന് കരുതി അതിനെ വിട്ട് ഒളിഞ്ഞോടുവാനല്ല, പിന്നെയോ വരുന്ന പ്രതിസന്ധിയെ ധൈര്യത്തോടെ ദൈവാത്മാവിൽ ജയവും വിടുതലും ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോവുക എന്നത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുമ്പോൾ, ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ഞാൻ ക്രൂശിച്ചിരിക്കുന്നു. അതിൻ്റെ ശക്തി, അതിൻ്റെ മോഹങ്ങൾ, അതിൻ്റെ അധികാരങ്ങൾ, അതിൻ്റെ ശക്തികൾ എപ്പോഴും അത് നമ്മളെ കീഴ്പ്പെടുത്തുവാൻ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ ജഡത്തെ ക്രൂശിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകേണ്ടുന്നത് ആവശ്യമാണ്. അതെ, 37-ാം സങ്കീർത്തനം 33-ാം വാക്യം വായിക്കുമ്പോൾ, നിഷ്കളങ്കനെ കൊതിക്കൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും. അതെ, നിഷ്കളങ്കനെ നോക്കുക, നേരുള്ളവനെ കൂടിക്കൊള്ളുക. അതെ, നിഷ്കളങ്കനെ നോക്കി നമ്മുടെ ജീവിതത്തിൽ പാഠങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. എന്നാൽ വക്രനെ നോക്കി നാം പാഠങ്ങൾ പഠിച്ചാൽ അവൻ്റെ വഴി പെരുവഴിയും അവൻ്റെ ജീവിതം പരാജയമായിരിക്കും. പിന്നത്തേത് വലിയ തകർച്ചയിലേക്ക് നാം വീണു പോകുവാനിടയുണ്ട്. അതുകൊണ്ട് നിഷ്കളങ്കനെ നോക്കി പാഠം പഠിക്കുവാൻ, നേരുള്ളവനെ നോക്കി ജീവിതയാത്ര ജയത്തോടെ നയിക്കുവാൻ തയ്യാറാകുക. ചിലയിടത്തൊക്കെ കുറച്ചിലുകൾ വന്നെന്ന് വരാം, ചിലയിടത്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നെന്ന് വരാം. എന്നാൽ നിഷ്കളങ്കനെ നോക്കി നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുത്ത് മുൻപോട്ട് പോയാൽ, നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതെ ദൈവത്തിൽ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ നിന്നാൽ ദൈവം നമ്മെ അത്ഭുതകരമാകുന്ന വഴികളിൽ നടത്തുവാനിടയായിത്തീരും. അതുപോലെ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിലൊക്കെ വ്യക്തിപരമായ തീരുമാനങ്ങളെടുത്ത് ദൈവകൃപയിലും ശക്തിയിലും ധൈര്യത്തിലും വിശ്വാസത്തിലും മുൻപോട്ട് പോയിരുന്ന അനേക ഭക്തന്മാരെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അവരൊക്കെ തോറ്റുപോകാതെ നിൽക്കുവാൻ കാരണം അവർ പിടിച്ച വിശ്വാസത്തെ മുറുകെ പിടിച്ച് ദൈവസന്നിധിയിൽ ശക്തിയോടെ നിലനിൽക്കുവാൻ കാരണമായതാണ്. ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ വിശ്വാസവും ശക്തിയും മുറുകെ പിടിച്ച് ദൈവസന്നിധിയിൽ ദൈവഹിതത്തിനായി മുൻപോട്ട് പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.